എബ്രായലേഖനം 2-ാമത്തെ ക്ലിപ്പിലേക്ക് വരും. സ്തോത്രം. അവന്റെ ഭവനത്തിൽ നാം വിശ്വസ്തനായിരിക്കുന്നത് പോലെ അരുളി ചെയ്യുന്ന ഭൃത്യനായിട്ടത്രേ, സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ ക്രിസ്തു അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായിട്ട് തന്നെ. വാക്യം വായിച്ച പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകും. നാം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുമെന്ന് അതിൻ്റെ അർത്ഥം. ദൈവം വസിക്കുന്ന ഭവനം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം അവന്റെ ഭവനമായി തീരും. ദൈവം വസിക്കുന്ന ഒരു ഭവനമായി നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തീരണം. അതിനനുയോജ്യമായ നിലയിൽ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കണമെന്ന് സാരം. അതിനെന്ത് ചെയ്യണം? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ച് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം അവന്റെ ഭവനമാകുന്നു. വലിയ മർമ്മമാണ്. അത് ആത്മാവിൽ ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. ഇത് 1-2 പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അടുത്ത വാക്യം 7-ാം വാക്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തെന്നില്ല പോലെ കഠിനമാക്കരുത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടുത്തരുത്. അത് വിധേയപ്പെടണം. ആ വചനം ഏറ്റെടുക്കണം. വിത്തുവിതയുടെ ഉപമ 2 സുവിശേഷങ്ങളിലുണ്ട്. അത് കർത്താവ് 2-3 സുവിശേഷങ്ങളിലുണ്ടത്. അതിൽ പറയുന്നത് വിത്ത് വിതയ്ക്കുന്നവൻ വിധിച്ചു. ചിലത് വഴിയരികെ വീണു, അടുത്ത് ചിലത് മുള്ളിനിടയിൽ വീണു, അടുത്ത് ചിലത് പാറപ്പുറത്ത് വീണു, അടുത്ത് നല്ല നിലത്ത് വീണു. 4 നിലയിൽ. ഈ വചനം വായിച്ച് പഠിക്കാത്തവർക്ക് ഇതൊന്നും വായിൽ വരത്തില്ല. നന്നായിട്ട് വചനം വായിച്ച് പഠിക്കണം. മാന്തി ജന്മം പാഴാക്കാതെ വേദപുസ്തകം വായിച്ച് പഠിക്കണം നന്നായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാവരോടും പറയും, എന്നോട് മാത്രമല്ല, എല്ലാവരോടും പറയും. വേദോസ്തവത്തിന്റെ ഒരു വാക്യം പോലും കാണാതെ അറിയത്തില്ല പലർക്കും. മാർമികമായ വാക്യങ്ങൾ. കർത്താവിന്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അതുപോലും കൃത്യമായിട്ട് അറിയത്തില്ല. ഇനി 12 പേരുണ്ടെന്ന് പറഞ്ഞാലും ഈ 12 പേരുടെ പകുതി പേര് പോലും അറിയാത്തവരുണ്ട്. അതേസമയത്ത് മോഹൻലാലിന്റെ മോനേത് മോളേതെന്ന് ചോദിച്ചാൽ തത്ത പറയുന്ന പോലെ പറയുന്ന പെന്തക്കോസുകാർ. മമ്മൂട്ടിയുടെ മക്കളും മരുമക്കളൊക്കെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ തത്ത പറയുന്ന പോലെ പറയും. അവർക്കത് അറിയാം. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവസഭയിലെ വിശ്വാസികൾ ലോകത്ത് കിടക്കെ അവർ ആത്മീയമായി മുമ്പോട്ട് വരുന്നില്ല. ഇനിയെങ്കിലും ഈ കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന നാളുകളിൽ നമ്മുടെ അവസ്ഥകൾക്കൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകണം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ എന്ന പോലെ, മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. വിത്ത് വിതയ്ക്കുന്ന ഉപമയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, ഒന്ന് വഴിയരികെ വീണു, അത് പറവ് കൊടുത്ത് എടുത്തുകൊണ്ട് പോയി. 2 മുള്ളിനിടയിൽ വീണു, ചിന്തകളാലും അതും ഇതൊക്കെ ഞെരുക്കിക്കളഞ്ഞു. പാറപ്പുറത്ത് വീണു, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വചനം പ്രവേശിച്ചില്ല. ഉപരിവിപ്ലവമായ നിലയിൽ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം, അത് കഴിയുമ്പോൾ ഗ്യാസ് പോയി. പിന്നെ ഒരു കഷ്ടത വന്നാൽ കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഒരു കഷ്ടതയോ ഒരു രോഗമോ ഒരു ഭാരമോ ഒരു പ്രയാസമോ വന്നാൽ പ്രാർത്ഥിച്ച് ദൈവസ്ഥനിരുന്ന് ശാന്തമായി ദൈവമുഖം അന്വേഷിക്കാൻ കഴിയുന്ന വിശ്വാസികൾ ഇന്ന് ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാണുമായിരിക്കാൻ വിരലെണ്ണാവുന്നവർ. പ്രിയ ദൈവമക്കളെ, വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മശക്തി ഉണ്ടാകുന്നത്, ദൈവകൃപ ഉണ്ടാകുന്നത്. യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വചനമുണ്ടായിരുന്നു. മത്തായി, ലൂക്കോസ് 4 അധ്യായങ്ങൾ തുടർമാനമായി വായിച്ചു പഠിക്കുമ്പോൾ ഈ 4 മത്തായിയുടെ സുവിശേഷം 4, ലൂക്കോസ് 4 പറയപ്പെടുന്ന യേശു കർത്താവും പിശാചുമായിട്ടുള്ള സംഭാഷണം. കല്ലപ്പമായി തീരാൻ പറയുമ്പോൾ യേശു കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു.
എവിടെ? ആര് വചനം കൊണ്ട് ജീവിക്കുന്നു? ഇഞ്ചി ചിക്കനും പിസ്തയും അൽഫാമും ഈ ചീഞ്ഞളിഞ്ഞ ആഹാരം കൊണ്ട് മാത്രം ജീവിക്കുന്നവരായി ഇന്നത്തെ ദൈവമക്കൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയല്ലേ? ഇതൊക്കെ കഴിക്കുന്നതിന് തെറ്റില്ലപ്പാ, നമുക്ക് കഴിക്കാം. ഞാൻ ഇതൊക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ദൈവവചനം ഭക്ഷിക്കണം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ അത് നമ്മിൽ എന്തുണ്ടാക്കും? വലിയ രൂപാന്തരമുണ്ടാക്കും. അതുകൊണ്ട് ദൈവവചനം ഭക്ഷിക്കണം. അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ വചനം കേട്ടിട്ട് തള്ളിക്കളഞ്ഞതുപോലെ, മത്സരികളായി തീർന്നതുപോലെ, ഹൃദയം കഠിനമാക്കിയതുപോലെ, ദൈവത്തെ പരീക്ഷിച്ച് 40 ആണ്ട് അവന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് അവനെ ശോധന ചെയ്ത് ദൈവത്തിന്റെ നീരസം അവർ പ്രാപിച്ചെടുത്തതുപോലെ അവർ തെറ്റിപ്പോകുന്ന, എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്ന്, ദൈവത്തിന്റെ വഴി അറിയാത്തവർ എന്നും ദൈവം പറഞ്ഞതുപോലെ പുതിയ നിയമസഭയിലെ വിശ്വാസികൾ അങ്ങനെ ആകരുതെന്നാണ് ഈ പഴയ നിയമത്തിലെ കോട്ടിംഗ് പൗലോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ഗഹനമായൊരു വിഷയമാണത്. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം. നിങ്ങൾ യെഹെസ്കേൽ പ്രവചന പുസ്തകം 20-ാം അധ്യായം എടുത്തൊന്ന് വായിച്ചാൽ അവിടെ ദൈവം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് നന്നായി വായിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. യെഹെസ്കേൽ പ്രവാചക പുസ്തകം 20-ാം അധ്യായത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ അത് പറയുന്നുണ്ട്. അല്ലല്ലോ, അതിൻ്റെ 4-ാം വാക്യം: മനുഷ്യപുത്ര, അവരെ നീ ന്യായം വിധിക്കുമോ? നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ച് പറയേണ്ടത്, യഹോവയാ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിന്റെ സന്തതിയോട് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. അപ്പൊ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, വീണ്ടെടുത്തു എന്നൊക്കെ ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തു. അടുത്ത് പറയുന്നത്, മിസ്രയീം ദേശത്ത് നിന്ന് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. ഒന്ന്, ദൈവം അവരെ തെരഞ്ഞെടുത്തു, വീണ്ടെടുത്തു എന്ന് ഇസ്രായേലിനോട് ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തു. 2, മിസ്രയീം ദേശത്തു എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി ഞാൻ യഹോവയാകുന്നു എന്ന് ദൈവം ഇസ്രായേലിനോട് കൈ ഉയർത്തി സത്യം ചെയ്തു. ഇനി 3-ാമത്തത്, ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരുമെന്ന് ആ നാളിൽ ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. അപ്പൊ 3 സത്യം ചെയ്യൽ കഴിഞ്ഞു. സ്തോത്രം. ഇനി അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 20-ാം അധ്യായത്തിന്റെ വായിക്കാനുള്ള സമയമില്ല, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ കണ്ണിന് മുൻപിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയുവിൻ. മിസ്രയീമ ബിംബങ്ങളെ കൊണ്ട് നിങ്ങൾ മലിനമാക്കരുത്. ഞാനല്ലോ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു. അവരോ എന്നോട് മത്സരിച്ചു, എൻ്റെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലായിരുന്നു. അവരിൽ ഒരുത്തനും എൻ്റെ കൺമുൻപിൽ ഇരുന്ന് മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയുകയോ മിസ്രയീം ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ആകയാൽ ഞാൻ മിസ്രയീം ദേശത്തിന്റെ നടുവിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ അവരെ വിശദീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബ്ദങ്ങളെ ഞാൻ അവർക്ക് കൊടുത്തു. ഇസ്രായേൽ ഗൃഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു. അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കാതെ എൻ്റെ വിധികളെ ധിക്കരിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എൻ്റെ ശബ്ദങ്ങളെയൊക്കെയും അവർ അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. സ്തോത്രം.
അത് മാത്രമല്ല, അവരെ അതിൻ്റെ 16-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ അവരെ മിസ്രയീമിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു എങ്കിലും അവരെ ഞാൻ മരുഭൂമിയിൽ നശിപ്പിച്ചു കളയുമെന്ന് പോലും ദൈവം സത്യം ചെയ്തു. അവരെ മരുഭൂമിയിൽ നിന്നും അവരെ കൊണ്ടുവരികയില്ലെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്തു. ഞാൻ അവരെ ചിതറിച്ചു കളയുമെന്ന് സത്യം ചെയ്തു. ദൈവം അവരെ കൊണ്ടുവരുമെന്ന് സത്യം ചെയ്തു. ദേശത്ത് പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തു. പ്രമാണം അനുസരിക്കാതിരുന്നാൽ ഞാൻ അവരെ മുടിച്ചു കളയുമെന്ന് സത്യം ചെയ്തു. ശ്രദ്ധിക്കണേ, അവരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചെതറിച്ചു കളയുമെന്ന് സത്യം ചെയ്തു. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓർഡറായിട്ടോ അല്ല പറഞ്ഞത്. നിങ്ങൾ 20-ാം അധ്യായം, ഈ ഭാഗം കേൾക്കുന്നവർ 20-ാം അധ്യായം യെഹെസ്കേൽ 20 മുഴുവൻ കൃത്യമായിട്ട് വായിക്കണം. അവർ മിസ്രയീം ദേശത്തേക്ക് അവരെ കടക്കയില്ലെന്ന് ഞാൻ സത്യം ചെയ്തു. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങളെ ചിതറിപ്പാനിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യാസനായി സ്വീകരിക്കും. അങ്ങനെ ഞാൻ ജാതികളെ കാണുകയും നിങ്ങളെ വിശദീകരിക്കപ്പെടും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈവൃത്തി സത്യം ചെയ്ത ദേശത്ത്, ഇസ്രയേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അപ്പോൾ ഇവിടെ ദൈവം അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് സത്യം ചെയ്തു, യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന് അവരോട് പല നിലയിൽ സത്യം ചെയ്തു. ആ സത്യം ചെയ്തതെല്ലാം ദൈവം തിരിച്ചു ചെയ്തു. എന്ത് ചെയ്തു? പാപം ചെയ്തപ്പോൾ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ, ദൈവപ്രമാണം അനുസരിക്കാതെ വന്നപ്പോൾ ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയും, ഞാൻ നിങ്ങളെ ചെതറിപ്പിച്ചു കളയും, ഞാൻ നിങ്ങളെ ജാതികളുടെ മുൻപാകെ പരിഹാസ വിഷയമാക്കും എന്നുകൂടി ദൈവം സത്യം ചെയ്യും. ഹല്ലേലൂയ. അതാ ഇവിടെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരെ കുറിച്ച് സത്യം ചെയ്തു. എന്ത് സത്യം? പ്രമാണത്തിൽ നിലനിന്നാൽ ഞാൻ നിങ്ങളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരും, ദേശത്ത് പാർപ്പിക്കും. അല്ലെങ്കിൽ എന്തു പറ്റും? വഴിയിൽ വെച്ച് നിങ്ങളെല്ലാം നശിച്ചു പോകും. അതാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം തരുന്ന ശ്രദ്ധേയമായ പഠനം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് വായിക്കേ, അവിടെ വെച്ച് എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്നോട് 40 ആണ്ടിന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസമുണ്ടായി. ആ ആ അത് തന്നെ യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം വായിച്ചു പഠിച്ചോണം. ഞാൻ പറഞ്ഞത് ഓർഡർ അല്ലെങ്കിലും അധ്യായം മുഴുവൻ വായിച്ചു പഠിച്ചു. ഈ പ്രസംഗം കേൾക്കുന്നവർ അധ്യായം മുഴുവൻ വായിച്ചു പഠിക്കണം. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം. കൊണ്ടുവരുമെന്നും നിങ്ങൾ എൻ്റെ ജനമാണെന്നൊക്കെ കൈയുയർത്തി ജനത്തോട് സത്യം ചെയ്ത അതേ ദൈവം തന്നെ പാപം ചെയ്തപ്പോൾ അവർ ചെയ്ത ഏറ്റവും വലിയ പാപത്തിൻ്റെ ഒന്ന്, പുത്രന്മാരെ, ഇസ്രായേൽ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. ലോകത്തിൽ ഒരു ജാതികളും ചെയ്യാത്ത, അല്ല ഇന്നലെ ഭാരതത്തിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. മൂഢജാതികളാണല്ലോ, അതുകൊണ്ട് അത് ചെയ്യും. എന്നാൽ ഇസ്രായേൽ മക്കൾ മൂഢജാതി എന്ന് പറയാൻ പറ്റുമോ? തേജോവനായ ദൈവത്തിന്റെ പ്രമാണം ലഭിച്ചവരല്ലേ. അപ്പൊ പ്രമാണം ലഭിച്ചവൻ പ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം അവനോട് രൂക്ഷമായിട്ട് ഇടപെടുമെന്നും ഈ എബ്രായ ലേഖനം 3-ാം അധ്യായം നമുക്കൊരു പഠനമായിട്ട് നിൽക്കുക. ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ സത്യം അതാണ്. പ്രമാണം ലഭിച്ചവർ പ്രമാണം അനുസരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും? മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ ചത്തൊടുങ്ങിയതുപോലെ പുതിയ നിയമസഭയും ഈ ഭൂമിയിൽ ചത്തൊടുങ്ങും. ഇവിടെ കൊണ്ട് തീരും, ഇവിടെ ഇവിടെ കിടക്കും. കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കില്ല. അതാണ് അതിന്റെ പ്രധാന വിഷയം. പെന്തക്കോസ്തുകാർ കർത്താവ് വരുമ്പോൾ കാഹളം ധനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും, രൂപാന്തരം പ്രാപിക്കുന്നൊക്കെ പാടിക്കൊണ്ട് അതൊന്നും നടക്കാൻ പോലില്ല. വെറും ഭാവനകളാണ്. കുടിച്ചിടുമ്പോൾ പറയുന്നതൊന്നും യാഥാർത്ഥ്യമല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറയുന്നതാ. ഉയർത്തെഴുന്നേറ്റ് വരാനും രൂപാന്തരം പ്രാപിക്കാനുമുള്ള ആത്മീയ നിലവാരം വിശ്വാസികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല തന്നെ. മെഗാ ചർച്ചകളെ 2-3 വിശ്വാസികളൊക്കെ എടുത്ത് നിങ്ങൾ അവരെ ഒന്ന് പഠിച്ചു നോക്ക്.
താങ്കൂന്റെയും തോമസ് കുട്ടിയുടെയും വിശ്വാസികൾ ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിടക്കുക എന്നാ പറയുന്നത്. നാളൊരു പാസ്റ്റർ വന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരൻ ഇരിപ്പുണ്ടായി. എഫേസ്യ ലേഖനത്തിന്റെ ഒരു വാക്യം വായിക്കാൻ പറഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കിടന്ന് തപ്പുക പുള്ളി. ഇപ്പൊ എത്രത്തോളം ഉണ്ട് വേദനയാണ്. ഈ ദുരുപദേഷ്ടകന്മാർ പറയുന്നത് കേട്ട് ചുമ്മാ കിടന്ന് തുള്ളിച്ചാടുക എന്നല്ല, വല്ല ഗുണമുണ്ടോ അതില്? നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായികയാൽ പറ തെറ്റിപ്പോകുന്നു. അപ്പൊ തെറ്റിപ്പോകാതിന് എന്ത് ചെയ്യണം? തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം. ഇന്നത്തെ പാസ്റ്റർമാരിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണോ നല്ല ആത്മാവാണോ എന്ന് എത്ര വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്? ഹല്ലേലൂയ. നമുക്ക് തോന്നും ഒരു നല്ല ആത്മാവാണെന്നൊക്കെ തോന്നും, പക്ഷേ ആത്മാവ് വേറെയാ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ള ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്തവരിൽ ദൈവത്തിന്റെ ആത്മാവ് അല്ലെന്നാണ് വചനം പറയുന്നത്. അത് വഞ്ചനയുടെ ആത്മാവാണെന്നാ പറയുന്നത്. 1 യോഹന്നാൻ 4:6 നന്നായിട്ട് വായിച്ച് പഠിക്കുക. അപ്പൊ ഇവിടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അവർക്കുണ്ടായി എന്ന് പറയുന്നു. 12-ാം വാക്യം വായിച്ചാട്ട്. ആ ആ ആ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയം. വിശ്വാസം എന്നതോ ആശിക്കത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ വിശ്വാസത്താലാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. അത് അവിശ്വാസമുള്ള ഒരു ഹൃദയമായാൽ അത് ദുഷ്ടഹൃദയമാണ്. അതാണ് ഇസ്രായേൽ ജനത്തിനുണ്ടായതെന്നാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ളവരാണ് മരുഭൂമിയിൽ ചത്തൊടുങ്ങിയത്. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഹല്ലേലൂയ. അവർ മരുഭൂമിയിൽ ചത്തൊടുങ്ങി എന്ന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ കൊണ്ട് വായിച്ച് ഉറച്ചു വായിച്ച്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. 1 കൊരിന്ത്യർ 10-ന്റെ 1 മുതൽ. ആ ആമേൻ. ചേർന്നു കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പ്രസാദിച്ചില്ല. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു. മിസ്രയീമിൽ മതി മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ എന്ത് ചെയ്തു? തള്ളിയിട്ട് കളഞ്ഞു. ഇതൊന്നും ഇവിടെ പ്രസംഗിക്കാൻ ആളില്ല. അനുഗ്രഹം നന്മ വിടുതൽ. എന്ത് വിടുതൽ? വിശ്വാസത്തിൽ നിലനിൽക്കണം നമ്മൾ. ആ വിശ്വാസം അവിശ്വാസമായി പോകരുത്. രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിച്ചത് എങ്ങനെയാ? യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. യേശു ദാവീദിന്റെ പുത്രൻ, യേശു സൗഖ്യം നൽകുന്നവൻ, യേശു സമാധാനം നൽകുന്നവൻ, യേശു വീണ്ടെടുക്കുന്നവൻ, യേശു ദൈവത്തിന്റെ പുത്രൻ, ആദാമ്യ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, സൗഖ്യം തരുന്നു, വിടുവിക്കുന്നു, സാത്താനുള്ളവരെ സാത്താന്റെ ആത്മാവിനെ അവരിൽ നിന്ന് പുറത്താക്കുന്നു. യേശുവിന്റെ വർത്തമാനം കേട്ട മാത്രയിൽ അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ കടന്നു ചെന്നു. യേശുവിന്റെ വസ്ത്രം തൊട്ടു. എന്നെ തൊട്ടതാരെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. ജനം ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ ജലം ഇങ്ങനെ ഇയലുപോലെ ഭംഗിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ തൊട്ടതെന്ന് ആരറിയും? എന്നാൽ യേശു പറഞ്ഞു, എന്നെ തൊട്ടു. വിശ്വാസത്തോടെ ഒരാൾ തൊട്ടു. ആവശ്യക്കാരൻ എന്നെ തൊട്ടു. അതാരാണെന്ന് എനിക്കറിയേണ്ടത്. സ്ത്രീ പറഞ്ഞു, ഞാനാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മൾ സൗഖ്യമാക്കുന്നത്. നമുക്ക് വിശ്വാസമില്ലാതെ കിടന്ന് പ്രാർത്ഥിച്ചാലൊന്നും ഒരു ഗുണവുമില്ല. വിശ്വാസമുള്ള വിശ്വാസികൾ ഭൂമിയിൽ ഇല്ല. ശ്വാസമുള്ളവരുണ്ട്. ശ്വാസമുണ്ട്, വിശ്വാസമില്ല. ഒരു ചെറിയ വിഷയത്തിൽ പോലും വിശ്വാസമുള്ള വിശ്വാസികൾ ഭൂമിയിൽ ഇല്ല. ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ. അവരുടെ പണസ്വാധീനം കൊണ്ടും അവരുടെ മറ്റു സ്വാധീനം കൊണ്ടൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുക. എന്നിട്ട് കർത്താവ് തന്നെന്ന് പറയുക. ആശുപത്രിയിൽ പോയി മലന്ന് കിടന്ന് ചികിത്സിച്ച് 16 ലക്ഷം രൂപ മുടക്കിയിട്ട് കർത്താവ് എനിക്ക് സൗഖ്യത്തെന്ന് പറയുന്ന ഉപദേശിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയത്ത് ഒരു മരുന്ന് പോലും ഇല്ലാതെ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച ശുശ്രൂഷമാരെയും കണ്ടിട്ടുണ്ട്. ഇത് ഏതാ നമ്മൾ അംഗീകരിക്കേണ്ടത്?
അതുകൊണ്ട് പ്രിയമുള്ളൊരു വിശ്വാസം എന്നുള്ളതൊരു പ്രധാന സബ്ജക്റ്റാണ്. 1 കൊരിന്ത്യർ ലേഖനം 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും വലുതാണ്. വിശ്വാസം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കണം. എനിക്ക് വിശ്വാസം തരണമേ എന്ന് പറയണം. കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. വിശ്വാസം കൊടുത്തു അവർക്ക്. വിശ്വാസ വീരന്മാരായി തീർന്നു അവര്. ഇന്നത്തെ വിശ്വാസികൾ എന്ത് വിശ്വാസം ഉണ്ടെന്നാ ഞാൻ ചോദിക്കണേ? ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഒരു കാര്യം പോലും പ്രാപിക്കാൻ കഴിയാത്ത വിശ്വാസികൾ, ഒരു കാര്യം പോലും. ഹല്ലേലൂയ. ഏതെങ്കിലും നിലയിൽ കിട്ടിക്കഴിയുമ്പോൾ അതിന് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞെങ്കിരിക്കുക, ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുക. പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ പ്രാപിക്കുന്നവരായി നമ്മൾ തീരണം. വിശ്വാസത്തിൽ അവിശ്വാസം വരാൻ പാടില്ല. അവിശ്വാസം വന്നാൽ അത് ദുഷ്ടഹൃദയമാണെന്ന് സ്തോത്രം പറയുന്നു. റോമർ 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർ 4:17 മുതൽ. മരിച്ചവരെ ജീവിപ്പിക്കുകയും അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമുണ്ടെന്ന് താൻ വിശ്വസിച്ചു. അത് അബ്രഹാമിനുണ്ടായ വിശ്വാസം. നമുക്കുള്ള വിശ്വാസം ഒന്നുമില്ല, വെറും പൊള്ളയാ. കർത്താവ് പറഞ്ഞല്ലോ, പാറ്റുമ്പോ എന്ത് പറ്റും? പത്രോസിനോട് പറഞ്ഞതാ, പിശാച് നിന്നെ പാറ്റുമ്പോ പാറിപ്പോയിരിക്കെ ഞാൻ തടുത്തു എന്ന്. നമ്മളെയൊക്കെ ഒന്ന് പാറ്റിയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ഗുരുതരമായ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ടിട്ടൊന്ന് പാറ്റിയാൽ എന്ത് പറ്റും? വിശ്വാസമൊക്കെ തള്ളിക്കളഞ്ഞ് നമ്മൾ നിരീശ്വരാദികളായി പോകുന്നു. അങ്ങനെയല്ലേ ബന്ധക്കോസ്തുകാർ ജീവിക്കും? വിശ്വാസമുള്ളവരാരുണ്ട്? പ്രത്യാശയുള്ളവരാരുണ്ട്? സമാധാനമുള്ളവരാരുണ്ട്? സന്തോഷമുള്ളവരാരുണ്ട്? കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന എത്ര പേരുണ്ട്? 70-80 സംവത്സരം ഈ ഭൂമി ജീവിക്കുമ്പോൾ അതിനുവേണ്ടി കിടന്ന് തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിലെ ജീവിതം സന്തോഷമാക്കാൻ, ആനന്ദമാക്കാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന വിശ്വാസികൾ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? ഞാൻ ഓരോരുത്തരെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. വിളിച്ചവരോട് ചോദിച്ച് അവരോട് അവരുടെ വിശ്വാസം, പ്രത്യാശ ഒന്നുമില്ല, വെറുതെ ചുമ്മാ പറയുക. കൂട്ടായ്മയ്ക്ക് കൂടി കയ്യും കെട്ടി പാട്ടും പാടി തുള്ളിച്ചാടി ഇങ്ങ് പോരുക. ഒരു ചെറിയ വിഷയത്ത് പോലും വിശ്വാസത്താൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അങ്ങനെയല്ല ഭക്തന്മാരെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പലതും പ്രാപിച്ചെടുക്കുന്നവരാണ്. രോഗശാന്തി പ്രാപിച്ചെടുക്കും, വിശ്വാസത്തോടെ പല ആവശ്യങ്ങൾ പ്രാപിച്ചെടുക്കും. അതിന് വിശ്വാസം വേണം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളിൽ ആരും ഉണ്ടാകരുത്. അബ്രഹാമിനുണ്ടായ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്ത ദൈവം ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു. ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. വാഗ്ദത്തം ലഭിച്ച അബ്രഹാം, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ഞാൻ നിനക്കൊരു സന്തതി തരുമെന്ന് 75 വയസ്സിൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തം ലഭിച്ച അബ്രഹാം വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്നത് വരെ വിശ്വാസത്താൽ മുമ്പോട്ട് പോയി അത് പ്രാപിച്ചെടുത്തു എന്നാണ് റോമാവിലെ വിശ്വാസികളെ പൗലോസ് പഠിപ്പിക്കുന്നത്. അവിടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ഇവിടെ ചക്രം ഉണ്ടാക്കുന്ന കാര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്ത് കാശ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓരോ പാർഷന്മാരും വിശ്വാസികളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മണിച്ചെയിൻ നടത്തി കാശ് പൊളിഞ്ഞ് എത്ര എണ്ണം ഉണ്ട്? ഒരു പാർഷനോടൊന്ന് പറഞ്ഞു, കുറച്ച് കാശ് ഇടുകയാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. പോയി വല്ല പണി നോക്കാൻ പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടണ്ട, വേറെ വല്ല പണിയുണ്ടോ പാർഷയെന്ന് പറഞ്ഞു. ഇതൊക്കെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞാൽ ശേറ്റിക്ക് ഞാൻ വഴക്ക് പറഞ്ഞു. പുള്ളിയെ പേടിച്ചു പോയി. പാർഷന്മാർ മണിച്ചെയിൻ നടത്തിക്കൊണ്ടിരിക്കുക. അത് തന്നെയല്ലേ ന്യൂ ജനറേഷൻ പാർഷന്മാർ ചെയ്യുന്നത്. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 20 കിട്ടും, 20 വെച്ചാൽ 40 കിട്ടും. വെയ് രാജാവേ, ഈ ജീർണിച്ച അവസ്ഥയിലേക്ക് ഇന്നത്തെ ആത്മീയഗോളം തള്ളപ്പെട്ടു കഴിഞ്ഞു ദൈവമക്കളെ. ഇതിന്റെ പ്രധാന കാരണം വിശ്വാസമില്ലായ്മയാണ്.
വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും വലുതാണ്. ആ 3 വിഷയങ്ങളും നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം, പ്രത്യാശ വർദ്ധിപ്പിച്ചെടുക്കണം, സ്നേഹം വർദ്ധിപ്പിച്ചെടുക്കണം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, വിശ്വാസം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും വലിയ മെഗാ പ്രീച്ചേഴ്സും മെഗാ ആത്മീയരാണെന്ന് പറഞ്ഞ് നടക്കുക. ഒന്നുമില്ല, വെറും ചുക്കുമില്ല. ദൈവത്തിന്റെ ശോധന ചെയ്യുന്ന ഒരു വേള വരുമ്പോൾ ഇതൊക്കെ കത്തി അമർന്നു പോകും. പൗലോസ് പറഞ്ഞ പോലെ മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടാത്ത കല്ലുകളെ തീ ശോധന ചെയ്യുമ്പോൾ എന്ത് പറ്റും? എല്ലാം വെന്തു പോകും. യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകൾ മാത്രം നിലനിൽക്കും, ബാക്കിയെല്ലാം വെന്തമരും. പ്രിയ ദൈവമക്കളെ, അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ബഹുജാതികൾക്ക് പിതാവാകുമെന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് വാഗ്ദത്തം മാത്രം ലഭിച്ച അബ്രഹാം 75 വയസ്സ് തൊട്ട് 100 വയസ്സ് വരെ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുമെന്ന് അങ്ങ് വിശ്വസിച്ചു. പുള്ളി കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചു. ദൈവമാണ് എന്നോട് പറഞ്ഞതെങ്കിൽ അത് നിറവേറ്റാൻ ദൈവത്തിന് കഴിവെന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ദൈവം അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട്: തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. തേജോമനായ ദൈവം, അത് അബ്രഹാമിന്റെ വിശ്വാസം. അതാ കർത്താവിന്റെ ഓരോരോ അബ്രഹാമിനെ പ്രസംഗിക്കുന്നില്ലേ ആൾക്കാര്? എന്റെ വിശ്വാസത്തെ പ്രസംഗിക്കുന്നില്ലേ? ഹല്ലേലൂയ. ന്യായപ്രമാണം പ്രസംഗിക്കുകയല്ല ചെയ്യേണ്ടത്, അബ്രഹാമിന്റെ വിശ്വാസം പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ, 19-ാം വാക്യം, അവൻ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഒന്ന്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവമെന്ന് വിശ്വസിച്ചു. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. എന്താ ആശയ്ക്ക് വിരോധമായെന്ന് പറയുന്നത്? ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, പരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് നടത്തിയാൽ, 100 വയസ്സ് അബ്രഹാമിന് 76-77 വയസ്സായി, സാറയ്ക്ക് അത്രയും വലിയൊരു കുട്ടികളുണ്ടാകാൻ പോണില്ല. മനസ്സിലായില്ല? അതാ അവിടെ പറയുന്നത്. 100 വയസ്സുള്ളവനായി തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണിത്. അതുപോലെ ഇത് പ്രാർത്ഥനയോടെ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ ആത്മാവിൽ മാത്രമേ ഇത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിശ്വാസത്താൽ സംശയിച്ചില്ല. ഇവിടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, എങ്ങനെയുള്ള ഹൃദയം? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കൂ. അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയം. അബ്രഹാമിന് അവിശ്വാസം ഉണ്ടായില്ല എന്നല്ലേ പറയുന്നത്? റോമർ 4-ന്റെ 20-ാം വാക്യം വായിച്ചേ. 4-20 ഉറച്ചു വായിച്ചേ. വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഒന്നുകൂടി 19-ാം വാക്യം ഒന്നുകൂടി വായിച്ച്. അവൻ ഏകദേശം ആമേൻ പോയതും ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അടുത്ത അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വപ്പെട്ടു. അവിശ്വാസത്താൽ സംശയിച്ചില്ല. ഇന്നിപ്പോ നമുക്ക് സംശയമേ ഉള്ളൂ. കിട്ടുവോ ഇല്ലയോ ലോട്ടറി അടിക്കുന്ന പോലെ. കിട്ടുവോ. അതാ ഞാൻ പറഞ്ഞത്, ശ്വാസം മാത്രമേ ഉള്ളൂ, വിശ്വാസികളില്ല ഭൂമിയിൽ, വളരെ കുറവാ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനാണ് ഇന്ന് തൽക്കാലം ഈ വചനം പറയുന്നത്. വിശ്വാസം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ദൈവം പങ്കിട്ട് തരുന്നതാണ് വിശ്വാസം.
അത് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. വിശ്വാസം കൃപാപരമായി പ്രാപിച്ചെടുക്കാമെന്ന് 1 കൊരിന്ത്യർ 14 അധ്യായം. ഇതൊക്കെ ആരാ ഇന്ന് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്? ഒരു പോക്കങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. അത് നരകത്തിലോട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ദൈവവചനം വായിച്ച് പഠിച്ചനുസരിച്ച് വിശ്വാസമുള്ളവരായി നമ്മൾ ജീവിക്കണം. അതിനാണ് പ്രസംഗിക്കുന്നത്. സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസമുണ്ടായില്ല എന്ന് മാത്രമല്ല, അവിശ്വാസത്തിൽ സംശയമുണ്ടായില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. വാഗ്ദത്തം ലഭിച്ചത് ഏത് വയസ്സിൽ? 75 വയസ്സിൽ. വാഗ്ദത്ത നിവൃത്തി ലഭിച്ചത് ഏത് വയസ്സിൽ? 100 വയസ്സിൽ. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം ശക്തിപ്പെട്ടു. 100 വയസ്സിൽ വാഗ്ദത്തം അവനെ ലഭിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ ദൈവം അവന് കൊടുത്തു. അങ്ങനെ വിശ്വാസത്താൽ പ്രാപിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ഒരു വിശ്വാസവും ഇല്ല, ഒരു നിറവും ഇല്ല, ഒരു ഗുണവും ഇല്ല, ഒരു മണവും ഇല്ല. കുറെ പാട്ടുപാടി തുള്ളി അറിഞ്ഞു തുള്ളുന്നതല്ലാതെ എന്ത് പ്രയോജനം ദൈവമക്കളെ? ദുരുപദേശകന്മാർ കൈയടക്കി വെച്ചിരിക്കുക ഇന്ന് വിശ്വാസികളുടെ ആത്മീയ നിലവാരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. അവര് രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നുണ്ട്. വിശ്വാസി ഇന്ന് അലഞ്ഞുഴന്ന് ഇവിടെ ഇവനാണ് അലന്ന് ഉഴലുന്നവനാകുമെന്ന് കായിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ വിശ്വാസികൾ ഉഴന്ന് നടക്കുകയായിരുന്നു. ഒരു ഗുണമില്ലാത്തവരായി. എന്തുകൊണ്ടാ കാര്യം? വിശ്വാസമില്ല. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഈ ദൂത് പിന്നെയും കേട്ട് വിശ്വാസത്തിൽ ബലപ്പെടണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇവിടെ സ്തോത്രം, അതിന്റെ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു.